ചിലർ അങ്ങനെയാണ്. എത്ര പ്രഗത്ഭരാണെങ്കിലും സാധാരണക്കാരെ പോലെയായിരിക്കും പെരുമാറുക. അവർ പേരോ പ്രശസ്തിയോ ഒന്നും ഇഷ്ടപ്പെടുന്നവരുമായിരിക്കില്ല. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സംഭവം നടന്നു. എറണാകുളം പെരുമ്പാവൂരാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഒരു മരണ വീട്ടിലേക്ക് മാസ്ക് ധരിച്ചുകൊണ്ട് യാദൃശ്ചികമായി എത്തിയ ഒരു യുവതി ഒടുവിൽ ആരാണെന്നറിഞ്ഞപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒന്നടങ്കം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പെരുമ്പാവൂർ ഈസ്റ്റ് ഒക്കൽ കൂനത്താൽ വീട്ടിൽ പൗലോസിന്റെ മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ബന്ധുക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ പൗലോസിന്റെ വീട്ടിലേക്ക് മരണാനന്തര ചടങ്ങുകൾക്കായി എത്തിച്ചേരുകയും ചെയ്തിരുന്നു. അതിനിടയിലേക്കാണ് പെട്ടെന്ന് ഒരു യുവതി മാസ്ക് ധരിച്ചുകൊണ്ട് കയറി വരുന്നത്. മാസ്ക് ധരിച്ച് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ അവിടേക്ക് എത്തിയത്. ഏകദേശം ഒരു 30 വയസ്സ് പ്രായം തോന്നിക്കും. അവിടെ കൂടി നിന്ന ആളുകളോട് അവർ മരണവിവരങ്ങളെല്ലാം ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. തുടർന്ന് ഏറെ നേരം അവിടെ തന്നെ ചിലവഴിക്കുകയും ചെയ്തു. എന്നാൽ മാസ്ക് ധരിച്ചതുകൊണ്ട് തന്നെ ആർക്കും ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ മരണവീട് ആയതുകൊണ്ട് തന്നെ ആരും അത് തിരക്കാനും പോയില്ല. ഒടുവിൽ വീട്ടിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മൃതദേഹം സംസ്കാരത്തിനായി പള്ളിയിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്താണ് ഇവിടെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. പിന്നീട് പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വീട്ടുകാർ തിരിച്ചെത്തുകയും ചെയ്തു. തുടർന്നാണ് പൗലോസിന്റെ സഹോദരന്റെ ഭാര്യയായ ലിസ താൻ അവിടേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന ബാഗ് എടുക്കാനായി മുറിയിലേക്ക് പോയത്. ബാഗ് മുറിയിലെ കട്ടിലിനടിയിലാണ് അവർ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അവിടെ എത്തി പരിശോധിച്ചപ്പോൾ അവരുടെ ബാഗ് കാണുന്നില്ല. ബാഗിലാണെങ്കിൽ സ്വർണവും പണവുമെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ കട്ടിലിനടിയിൽ തന്നെ സൂക്ഷിച്ചിരുന്നത്. തുടർന്ന് ബന്ധുക്കളെല്ലാം കൂടി വീട് മൊത്തം അരിച്ചു പെറുക്കിയെങ്കിലും ബാഗ് കണ്ടെത്താനായില്ല. ഒടുവിൽ ബാഗ് നഷ്ടമായെന്ന് മനസ്സിലായതോടെ ഇവർ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി CCTV പരിശോധിച്ചതോടെയാണ് ആ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് പുറലോകം അറിയുന്നത്. എല്ലാവരും പുറത്തുപോയ സമയത്ത് ആ മാസ്ക് വെച്ച സ്ത്രീ മാത്രം വീടിനകത്തേക്കാണ് പോകുന്നതായി കണ്ടത്. തുടർന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു ബാഗുമെടുത്ത് പുറത്തേക്ക് പോകുന്നതും CCTVയിൽ വ്യക്തമായി. അങ്ങനെയാണ് ആ കുലീനയായ യുവതിയുടെ തനി നിറം വീട്ടുകാരും പോലീസുമെല്ലാം അറിയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് കൊല്ലം പള്ളിത്തോട്ടം ഡോൺ ബോസ്കോ നഗർ സ്വദേശിനി റിൻസി എന്ന 29-കാരി പോലീസിന്റെ പിടിയിലാകുന്നത്. ബാഗിന്റെ ഉടമയായ ലിസിയുടെ ബാഗിലുണ്ടായിരുന്നത് 45 ഗ്രാം സ്വർണ്ണാഭരണവും 90 കുവൈറ്റ് ദിനാറുമായിരുന്നു. ഏകദേശം 3.5 ലക്ഷത്തിലേറെ രൂപയുടെ മൂല്യം വരുമെന്നാണ് പോലീസ് കണക്കാക്കിയിട്ടുള്ളത്. എന്തായാലും മരണവീട്ടിലേക്ക് മാസ്കും ധരിച്ചെത്തിയ യുവതി ഒപ്പിച്ച പണി കണ്ട ഞെട്ടിയിരിക്കുകയാണ് വീട്ടുകാരും പോലീസുമെല്ലാം. മരണവീട്ടിലുള്ളവരുമായി യുവതിക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. കുടുംബവുമായി നേരിയ ഒരു പരിചയം മാത്രമാണ് ഇവർക്കുള്ളതെന്നും പോലീസ് വ്യക്തമാക്കി. കോടതി റിമാൻഡ് ചെയ്ത യുവതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംഭവത്തിലൂടെ ഇനി മരണവീടുകളിലും ജാഗ്രത പാലിക്കണമെന്ന ഒരു സന്ദേശം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.